സുരക്ഷാ കൗൺസിൽ മേധാവി അലി ലാറിജാനി കൊല്ലപ്പെട്ടെന്ന് സ്ഥിരീകരിച്ച് ഇറാൻ. ലാറിജാനി ഖമനേയിക്ക് ശേഷം രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ വ്യക്തിത്വം. ഇറാൻ ബസജിദ് കമാൻഡർ ഗുലാം റിസ സുലൈമാനിയും കൊല്ലപ്പെട്ടു. പ്രതികാരം ചെയ്യുമെന്ന് IRGC. ഹോർമൂസിനി പഴയ പോലെ ആകില്ലെന്ന് ഇറാൻ. കടലിടുക്കിൽ വൻ ആക്രമണം നടത്തിയെന്ന് US. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക വന്നെങ്കിലും തർക്കമൊഴിയാതെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം. ഇന്നലെ വന്നത് 55 പേരുടെ പട്ടിക. കടുത്ത നിലപാട് തുടർന്ന് കെ സുധാകരൻ ഇന്ന് മാധ്യമങ്ങളെ കാണും. എൽദോസ് കുന്നപ്പള്ളി ഇന്ന് ഡൽഹിയിൽ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. CPM-ന് തലവേദന കൂട്ടി TK ഗോവിന്ദൻ ഉയർത്തിയ ആരോപണങ്ങൾ. തളിപ്പറമ്പിലും പേരാവൂരിലും കൂടുതൽ ജാഗ്രതയോടെ പ്രചാരണം നടത്താൻ പാർട്ടി നിർദ്ദേശം. തളിപ്പറമ്പിലും ധർമ്മടത്തും ഇന്ന് മണ്ഡലം കൺവെൻഷൻ. BJP കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ഇന്ന് ഡൽഹിയിൽ. കേരളത്തിലെയും ബംഗാളിലെയും തർക്കമണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥിത്വം ചർച്ചയാകും. മുഖ്യ അജണ്ട അസം, പുതുച്ചേരി, തമിഴ്നാട് എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിൽ ദർശനം നടത്തി സദ്ഗുരു ശ്രീ മാതാമൃതാനന്ദമയി ദേവി. നാളെ ക്ഷേത്രത്തിന്റെ 2ാം നിലയിൽ ശ്രീരാമയന്ത്രം സ്ഥാപിക്കുന്നതിനും അനുബന്ധ പൂജകൾക്കും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനൊപ്പം അമ്മയും സാക്ഷിയാകും. ഇന്ന് യമുനാ ആരതിയിൽ അമ്മ പങ്കെടുക്കും. ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ റയൽ മാഡ്രിഡും PSG-യും ആഴ്സണലും ക്വാർട്ടറിൽ. റയലിന്റെ മുന്നേറ്റം മാഞ്ചസ്റ്റർ സിറ്റിയെ വീഴ്ത്തി. ചെൽസിയെ തോൽപ്പിച്ച് PSG-യുടെ കുതിപ്പ്.